بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون صدق الله العظيم وصدق على ما قال ربنا من الشاهدين والحمد لله رب العالمين ما أجمله وما أطيبه. ഈ ഖുർആനിൻ്റെ വചനങ്ങൾക്ക് എന്തൊരു മാധുര്യം, എന്തൊരു എജാസാണ്, എന്തൊരു അർത്ഥവത്തായ വാക്കാണ്. മാഷാ അല്ലാഹ്. ഖുർആന് വായിക്കുന്ന ഏതൊരാൾക്കും ഖുർആന് സുന്ദരമായ മാർഗദർശനത്തിൻ്റെ സവിശേഷമായ വഴിത്താരയിലൂടെ അവനെ ധന്യമാക്കുകയും അവനെ ഉദാത്തമായ ജീവിതം കൊണ്ട് അനുഗ്രഹമാക്കുകയും ചെയ്യും എന്നൊന്നും നമ്മളാരും പറയില്ല. ഖുർആനിൻ്റെ രണ്ടാമത്തെ സൂറത്തിൻ്റെ രണ്ടാമത്തെ ആയത്തിൽ തന്നെ ഫസ്റ്റ് വായിച്ചു തുടങ്ങുന്ന ആളോട് തന്നെ ഖുർആൻ പറഞ്ഞത് ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മോനെ, ഈ വിശുദ്ധ ഖുർആൻ, ഇതിൽ ഒരു സംശയത്തിനൊരു വകയുമില്ല. ഈ ബനാപട്ടി ചിന്തകൾ വെച്ച് ചിന്തിക്കുമ്പോഴല്ല, മറിച്ച് ബുദ്ധിപരമായിട്ടും പ്രമാണബദ്ധപരമായിട്ടും ഒക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഖുർആനിൽ ഒരു സംശയിപ്പിക്കാൻ ഒരു വകയും ഇല്ല. ഹുദല്ലിൽ മുത്തഖീൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് മുത്തഖീങ്ങൾക്ക് ഇതുകൊണ്ട് ഫലം ചെയ്യുള്ളൂ എന്ന് ഖുർആൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. സൂറത്തുൽ ബഖറന്റെ മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞത് യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ, യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഖുർആന് വായിക്കുന്ന എല്ലാ അണ്ടന്മാരുടെ കോടന്മാർക്കൊന്നും ഖുർആന് ധന്യമായി തീരും എന്നൊന്നുമില്ല. ഖുർആന് മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും, മുത്തഖീങ്ങൾക്കാണ് ഫലം ചെയ്യുക. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അല്ലാഹു തആല ഹിദായത്തിലേക്കും ആക്കും, ഒരുപാട് ആളുകളെ അത് വായിക്കുന്നത് മൂലം ഹിദായത്തിൽ നിന്ന് അകന്നും പോകും. വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. അകന്നു പോകുന്ന ആൾക്കാർ അവർ ഫാസിഖീങ്ങളായതുകൊണ്ടാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കും. ചില ആൾക്കാർ പറഞ്ഞു, ഈ സൂറത്തുൽ മുഅ്മിനൂന്റെ 10 ആയത്ത് ഞാൻ ഓതിയപ്പോഴേക്ക് എൻ്റെ ഈമാനിൻ്റെ കടക്കൽ കത്തി വെച്ച് കളഞ്ഞു. ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണ്. അത് അങ്ങ് വെച്ചപ്പോൾ എൻ്റെ ഈമാന് കഷ്ണായിപ്പോയി. ഈമാന്റെ കടക്കലാണ് കത്തി വെച്ചത് എന്ന് ചില സാധുക്കൾ പറയുന്നത് കേട്ടു. അയാളോട് നമുക്ക് പറയാനുള്ളത്, ഈ കത്തി വെച്ചത് എവിടെയാണ്? കടക്കലല്ലേ. ഈ കട എന്തിൻ്റെതാണ്? ഈമാൻ്റെതല്ലേ. അപ്പോൾ ഈ ആദ്യം ഈമാൻ നിങ്ങൾക്ക് വേണം, എന്നിട്ട് അതിന് കട വേണം, പിന്നെ അതിൻ്റെ മുകളിൽ കത്തി വെക്കണം. അതിന് ആദ്യം ഈമാൻ തന്നെയല്ലല്ലോ. കാരണം ഖുർആന് മുത്തഖീങ്ങൾക്കാണ് ഫലം ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ അവിടെ കടക്കൽ കത്തി വെക്കല്? പിന്നെ ഈമാന്റെ ബൗണ്ടറിക്ക് പുറത്താണ്, പുറത്തിങ്ങനെ നിന്നാണ്, ഒരു കാവൽപ്പട്ടിയെ പോലെ പുറത്ത് നിന്നതാണ്. അപ്പൊ അവിടുന്ന് ആട്ടിയതാണ്, വിട്ടു നിൽക്ക്, ഓട്, മാറി നിൽക്കുന്നെന്ന് അവൻ ആട്ടിയതാണ്, അല്ലാതെ കടക്കൽ കത്തിവെച്ചൊന്നുമല്ല. ഇവരൊക്കെ കാരണം നമ്മൾ പറയാനുള്ള കാരണം വെച്ചാൽ ഇവര്
ഈ ഒരു ചെറിയ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു അറിവ് പോലും ഇല്ലാന്ന്. പിന്നെ ഇവർ മാഷുമാരും പ്രൊഫസർമാരും ഒക്കെ ആയിട്ട് വരികയാണ്. എന്താണ് അള്ളാഹു ആലം എങ്ങനെയൊക്കെ അങ്ങനെ ആയി എങ്ങനെയൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ് അള്ളാഹു ആലം. കാരണം മാഷ് പ്രൊഫസർ എന്നൊക്കെ പറയാൻ നമുക്ക് മടിയുണ്ട്. കാരണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും സ്നേഹിതന്മാരിലും ഒക്കെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മളവരൊക്കെ ബഹുമാനിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മാഷ് എന്ന് പറയാം, നമുക്ക് സാഹിബ് എന്ന് പറയാം. ജബ്ബാർ സാഹിബ് എന്ന് പറഞ്ഞാലാണ് ഇത് പറഞ്ഞത്. നമുക്ക് മൂപ്പരോട് ചോദിച്ചു നോക്കാം. മൂപ്പരെ നമ്മൾ കൊണ്ടുവന്നാലോ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. മൂപ്പരെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. നമ്മൾ കത്തി വെച്ചപ്പോൾ എത്രത്തോളം മൂർച്ച ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രയാസങ്ങളൊക്കെ മൂപ്പര് രോഷം കൊള്ളുന്നുണ്ട്. ആ രോഷമൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ശരിയായി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ ഓരോ മുസ്ലിമിനും സ്വർഗം ഉറപ്പാണ് എന്നാണ് പറയുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഈ അധ്യായത്തിലെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാനും വാക്യങ്ങളാണ് എന്നെ ഇസ്ലാമിന്റെ സ്വർഗം വേണ്ട എന്ന തീരുമാനത്തിലേക്കും ഈ ഇസ്ലാം എന്ന മതവും ഖുർആൻ എന്ന ഗ്രന്ഥവും മനുഷ്യവിരുദ്ധമാണ് എന്ന തീരുമാനത്തിലേക്കും നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ആദ്യമായി ഖുർആന്റെ മലയാള പരിഭാഷ എടുത്ത് വായിക്കുമ്പോൾ അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ സംശയങ്ങളും. അപ്പൊ ഇയാൾക്ക് 18ാമത്തെ വയസ്സ് തുടങ്ങിയ ഇയാൾ ഈ പരിപാടി ഇപ്പോ മൂത്ത് നിരച്ച് അങ്ങ് എത്തിയിട്ടുണ്ട്. എന്നാലും മൂപ്പർക്ക് ഇസ്ലാമിന്റെ ബാലപാഠം അറിയില്ലാന്ന്. പിന്നെ ഇപ്പൊ ഇയാളെ പറ്റി പറഞ്ഞിട്ട് കാര്യം. ഇയാൾ ചില്ലറക്കാരനല്ല, കളി കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. 18ാമത്തെ വയസ്സിന് ഇയാൾ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇപ്പോഴും ചെറിയ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അതാണ് പറഞ്ഞത്. ഇയാൾ മുസ്ലിം ആകണ്ടേ, എന്നിട്ടല്ലേ ഔട്ടാല്. അതുവരെ ഇയാൾക്കറിയില്ല. മദ്രസ തന്നെ മര്യാദയ്ക്ക് പോയിട്ടില്ല എന്നാണ് ഇയാളുടെ സംസാരത്തിൽ. പിന്നെ ഇയാൾ വേറെന്തൊക്കെയോ ചെയ്ത അള്ളാഹു ആലം. ഏതായിരുന്നാലും ഇയാൾ പറയട്ടെ ബാക്കി. എന്നിട്ട് ഖുർആൻ പരിഭാഷ വായിച്ചിട്ട് ഇപ്പം എന്തായത്? കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും എൻ്റെ വിശ്വാസം ഏതാണ്ട് ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ പറയുന്ന ഏതാനും വാക്യങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്ക് വിശ്വാസം നഷ്ടപ്പെടുക എന്നതിനപ്പുറത്തേക്ക് എൻ്റെ ധാർമ്മികമായ രോഷം ഈ മതത്തിനും ഈ ഗ്രന്ഥത്തിനും എതിരായിട്ട് തിളച്ചു മറിയുകയും ഇതർ വായിച്ചുമ്പോഴേക്ക് തിളച്ചു മറിഞ്ഞു. അതുകൊണ്ട് ആളി പടർന്നു പന്തലിച്ചു. അത് ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് ബാക്കി ഇതിനെ വെറുതെ വിട്ടുകൂടാ, ഇത് അബദ്ധമാണ്, ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയണം എന്ന ഒരു വല്ലാത്ത ചിന്ത എന്റെ മനസ്സിൽ രൂപപ്പെട്ടത്. ആ ആത്മരോഷം അന്ന് ആളിക്കത്തിയ അതേ നിലയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ നിലയിലോ ഇന്ന് ഈ 67ാമത്തെ വയസ്സിലും ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യം. അതായത് ഇയാളെ ശ്രദ്ധിക്കണം. ഇയാളെ അടുത്തുകൂടെ പോകുമ്പോഴൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നല്ലാണ്. 67 കൊല്ലം മുമ്പ് 67 വയസ്സായ ഇയാൾക്ക് 18ാമത്തെ വയസ്സിൽ മുതൽ കത്തിക്കാൻ തുടങ്ങിയതാണ്. 67 വയസ്സായി. എത്രത്തോളം വർഷങ്ങൾ ഇയാളത് കത്തിച്ച് ചൂടാക്കിയിട്ട് എത്ര ചെറിയൊരു സ്പാർക്ക് മതി പടർന്ന് പന്തലിക്കാൻ. അത്രയും വലിയ ഒരു ആറ്റം ബോംബ് ഇയാളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ബാക്കി കാര്യങ്ങളാണ് ഈ ആദ്യത്തെ 10 വാക്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാനും വാക്യങ്ങളിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ നബി പറയുന്നത് ഈ 10 വാക്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്നാണ്. എന്തായാലും ആ സ്വർഗം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയതിന് പ്രധാന കാരണം ഈ അധ്യായത്തിലെ ആദ്യത്തെ ഈ 10 വാക്യങ്ങൾ തന്നെ. ഈ അധ്യായത്തിലെ ആദ്യത്തെ 10-11 വാക്യങ്ങൾ വായിച്ച് പോവാം. അത് അഫ്ലഹൽ മുഅ്മിനൂൻ. ഇനി നമ്മളെ ജബ്ബാർ സാഹിബ് ഇതിനർത്ഥം വെക്കും. 1ാമത്തെ ആയത്ത് മൂപ്പരെ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെച്ച ആയത്താണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മൂപ്പരർത്ഥം വെക്കും.
മൂപ്പര് പറഞ്ഞിട്ട് നമുക്ക് പറയാം മൂപ്പരെ കുറിച്ച്. മൂപ്പരെ രോഷ ആളി കത്തുന്നുണ്ട്, നോക്കാം. തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ എന്നാണ് മുസ്ലിങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നാൽ അന്ധവിശ്വാസികൾ എന്നാണ് ഞാൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ. അപ്പൊ മൂപ്പര് വിശ്വാസികൾ എന്നുള്ളതിന് മൂപ്പര് അന്ധവിശ്വാസികൾ എന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് മൂപ്പരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, കാരണം അയാൾക്കും കൂടി അതിൽ പെടാൻ വേണ്ടിയിട്ടാണ്. ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ മൂപ്പര് പെടില്ലല്ലോ. അപ്പോൾ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും കൂടി അതിൽ പങ്കെടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് മൂപ്പര് അങ്ങനെ അർത്ഥം വെച്ചത്. കാരണം ഈ യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഈ യുക്തിരഹിതമായ ഇവരാണ് ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലും റസൂലിലും നമ്മൾ വിശ്വസിക്കുന്നു. തസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ജാഅ മിൻ ഇൻദില്ലാഹി സുബ്ഹാനഹു വ തആല, അതാണ് ഈമാൻ. അള്ളാഹുവിൽ നിന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യവും സത്യമാണെന്ന് വിശ്വസിക്കുക. കാരണം ഹബീബായ നബി തങ്ങൾ നമ്മൾ 40 വർഷക്കാലം ജീവിച്ച ആ ജീവിതം, അലബിസ്തു ഫീകും ഉംറ ഫലാ തഅഖിലൂൻ, വാക്കിലോ പ്രവൃത്തിയിലോ ഒരു കള്ളത്തരമോ ഒരു ചെറിയ ഒരു ഫാൾട്ട് പോലും സംഭവിക്കാതെ 40 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ. അതിനുശേഷം 40ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ച് അള്ളാഹുവിൽ നിന്ന് റസൂലാണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അവർ പറയുന്ന എല്ലാ തെളിവുകളും കൊണ്ടുവന്നവരെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ലോകത്ത് 23 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇങ്ങിപ്പുറം 1400കൾക്ക് ശേഷവും ഒരു പ്രതിമയോ ഒരു ബിംബമോ ഒരു ഫോട്ടോ ഇല്ലാതെ കോടിക്കണക്കിന് വിശ്വാസികളുടെ മനതലത്തിൽ അള്ളാഹുവും അവൻ്റെ റസൂലും. കാരണം ആ 23 വർഷത്തെ ജീവിതം എല്ലാ തെളിവുകളെയും ഇന്നും ബാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അള്ളാഹുവും റസൂലും അവർ പറഞ്ഞ കാര്യങ്ങളിലും വിശ്വസിക്കും. അതേസമയത്ത് ഈ യുക്തിവാദികളോ എന്ന് പറഞ്ഞാൽ യുക്തിയില്ലാത്ത വാദികൾ, ഇവർ എല്ലാ വസ്തുവിലും അന്ധമായി വിശ്വസിക്കുന്നവരാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇവർ അന്ധവിശ്വാസികളാണ്. അതിൻ്റെ ഉദാഹരണത്തിന് ഇയാളെ കാണുകയാണെങ്കിൽ ഈ ജബ്ബാർ സാഹിബ് തന്നെ ഇപ്പോൾ വയസ്സ് 10-67 എൻ്റെ മുകളിലായി. ഇയാളെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ ഇയാളോട് ചോദിക്കാൻ വലിയ വിവരമൊന്നും വേണ്ട, ചെറിയ മദ്രസയിൽ കുട്ടി ചോദിച്ചാലും മതി. അല്ല മാസ്റ്ററെ, ഈ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിച്ചാൽ മതി. അപ്പം തിരി ഇയാളുടെ അന്ധവിശ്വാസം. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നുള്ളതിന് ഒന്നെങ്കിൽ ഇയാൾ ഉരുണ്ടതാണെന്നൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഉരുണ്ട ഭൂമിയാണെന്നൊക്കെ കൈകൊണ്ടൊക്കെ താളം കളിച്ച് പറയും. അടുത്ത ചോദ്യം ഇയാൾ ചോദിക്കണം, ഉരുണ്ടതാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ മറുപടിക്ക് അത്ര ഊക്കുണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടോ, നിരീക്ഷണ പരീക്ഷണ ലാബ് ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ വിശ്വസിക്കാവൂ, അല്ലാത്ത വിശ്വാസം അന്ധവിശ്വാസമല്ലേ സാറേ? അപ്പോൾ പിന്നെ ഭൂമി ഉരുണ്ടതാണെന്നോ അല്ലെങ്കിൽ പരന്നതാണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ? അപ്പോൾ പിന്നെ ഇയാൾ പറയും, ഫോർ എക്സാമ്പിൾ, ഒന്നുകിൽ ഇയാൾ പറയും ഞാൻ ചിത്രത്തിലോ കണ്ടിട്ടുണ്ട്, ഇയാൾ ഷെയ്ഖ്, അല്ലെങ്കിൽ ചിത്രത്തുമ്മൽ വിശ്വസിക്കലാണ് ഇയാളുടെ ബുദ്ധി. അതെങ്ങനെ ഒരു ചിത്രം ഒരാൾ ചിത്രം എടുത്തു വന്ന ആ ചിത്രത്തിൽ വിശ്വസിച്ചാൽ ഇയാളുടെ നിരീക്ഷണ പരീക്ഷണമാവും. അപ്പോൾ ഇയാളുടെ ബുദ്ധിയൊക്കെ കൂടി ഇതാണ്ടേ കിടക്കണ ഒരു ചിത്രത്തിൻ്റെ മുകളിലൊക്കെ അന്ധമായി വിശ്വസിക്കുക. അല്ലെങ്കിൽ ഇയാൾ പറയും ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇന്നത്തെ കാണുന്നുണ്ട്, യൂട്യൂബും ഫേസ്ബുക്കിലും കണ്ടാൽ ഭൂമി ഉണ്ടാൻ തിരിയും, അതാ തെളിവ്. അപ്പോൾ പിന്നെ ഇയാളുടെ അത് ഭൂമി ഉണ്ടതാണെന്നുള്ളതിന് യൂട്യൂബും ഫേസ്ബുക്കുമാണ് ഇയാൾ അന്ധമായി അംഗീകരിക്കുന്നത്. അപ്പോൾ ഇയാളെക്കാളും വലിയ അന്ധവിശ്വാസി ലോകത്താരാളുള്ളത്? അല്ലെങ്കിൽ ഇയാൾ പറയും ഞാൻ ഏതോ ഫെർണാണ്ടസിൻ്റെ ഒക്കെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്,
ഉദാഹരണം പറഞ്ഞാണ്, ആളെ പേര് തപ്പിയിട്ടാലും പോയി വേണ്ട. അപ്പം ഇന്നാലിന് ആളെ ബുക്ക് എന്ന് വായിച്ചാണ്. അപ്പോൾ ഇയാളുടെ ബുദ്ധിയൊക്കെ കൂടി അയാളെ ബുക്ക് വെക്കാം. അയാൾ പറഞ്ഞതാ അയാൾ വിശ്വസിക്കുക. അപ്പോൾ ഇയാൾ അന്ധവിശ്വാസിയല്ലേ, അയാൾ അന്ധമായി വിശ്വസിക്കല്ലേ? കാരണം ഇയാൾക്ക് നിരീക്ഷണ പരീക്ഷണത്തിന് ഇയാൾക്ക് ബോധ്യപ്പെടണ്ടേ? അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇയാൾ പറയും എന്നോട് ഇന്ന ആൾ പറഞ്ഞതാണ്, എന്നെ ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്. ഉദാഹരണം പറയാം, എന്നോട് ഇന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞ് കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് ഇയാൾ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞ് വിശ്വസിച്ചില്ലേ? അപ്പോൾ പിന്നെ അന്ധമേ വിശ്വസിക്കല്ലേ? ഇങ്ങനെ കണ്ട എല്ലാ അടകോടന്മാരെയും വിശ്വസിക്കുന്ന എല്ലാ ചണ്ടിൻ ചവറുകളും പേറുന്ന വിഭാഗമാണ് ഇന്നത്തെ യുക്തിവാദി എന്ന് പറയുന്ന യുക്തിരഹിതവാദികൾ. അതനുസരിച്ച് മുസ്ലിമീങ്ങൾക്ക് ആ ഗതികേടില്ല. ഹബീബായ മുത്തുനബിയിലും അള്ളാഹു ആകുന്ന റബ്ബുൽ ഇസ്സത്തിലും വിശ്വസിച്ചാൽ പിന്നെ അവർ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യത്തിലും വിശ്വസിച്ചാൽ പിന്നെ അവിടെ ഒരു മുഅ്മിൻ വേറെ വിശ്വസിക്കേണ്ടിയില്ല. അതാണ് യഥാർത്ഥ സത്യവിശ്വാസം. വിശ്വസിക്കേണ്ടത് എന്തെല്ലാം, ഒരു കാര്യത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന് വിശുദ്ധ ഖുർആനും ഹദീസും വ്യക്തമായ റൂട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്തവരാണ് ഇവർ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം വിശ്വസിക്കുള്ളൂ. ഈ ജബ്ബാർ സാഹിബ് മൂപ്പരുടെ ഫാദറിനെയൊക്കെ അങ്ങനെ പരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടാണ് മൂപ്പര് രേഖകളിലൊക്കെ മൂപ്പര ഫാദറിൻ്റെ പേരുണ്ടെങ്കിൽ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് വിശ്വസിച്ചത്. അല്ലാണ്ട് അയാൾ ഉമ്മ പറഞ്ഞത് കേട്ട അയാൾ അന്ധമായിട്ട് ഉമ്മനെ വിശ്വസിക്കലായില്ലേ? അപ്പോൾ പിന്നെ ഇയാളുടെ ബുദ്ധിക്കല്ലല്ലോ. അപ്പോൾ പിന്നെ ഉമ്മനെ അങ്ങനെ കണ്ട എല്ലാത്തിനും വിശ്വസിക്കന്നെ. ഇത്രയും വലിയ അന്ധവിശ്വാസികൾ അള്ളാന്റെ ദുനിയാവിൽ ആകാശത്തിൻ്റെ ചോട്ടിൽ ഭൂമിൻ്റെ മേലായിട്ടുണ്ടാവില്ല. അത്രയധികം അന്ധവിശ്വാസങ്ങളാണ് ഇവർക്ക്. ഇനി ഇയാളോട് ചോദിക്കുക, ഇന്നത്തെ ദിവസം ഏതാ, ഞായറാഴ്ച ആണോ തിങ്കളാഴ്ച ആണോ സാറേ? അപ്പോൾ അയാൾ പറയും ഇന്ന് ഞായറാഴ്ച അല്ലെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച. എന്താ ചൊവ്വാഴ്ച എന്ന് പറയാനുള്ള കാരണം? ചൊവ്വാഴ്ച എന്നുള്ളത് ഏത് നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടിച്ചത്? ഇന്നലെ തിങ്കളാഴ്ച ആയിരുന്നു എന്നാണോ ഒന്ന് ചൊവ്വാഴ്ച എന്നുള്ളതിന് തെളിവ്? അങ്ങനെയാണെങ്കിൽ ഇന്നലെ തിങ്കളാഴ്ച എന്നുള്ളതിന് തെളിവ് എന്താ? ഇന്നലെ തിങ്കളാഴ്ചയാണ് എന്നുള്ളതിന് തെളിവ് അതിൻ്റെ പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു എന്നാണ് തെളിവ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് ഞായറാഴ്ച എന്ന് തെളിവ് എന്താ? അല്ലെങ്കിൽ നാളെ ബുധനാഴ്ചയാണ് എന്നാണോ ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് തെളിവ്? എന്താണ് സാറേ, നിങ്ങൾ സാമ്പാറായി പോവും. നിങ്ങളെ ബുദ്ധി ആർക്കാ നിങ്ങൾ പണയപ്പെടുത്തുന്നത്? കാണുന്ന എല്ലാ ചണ്ടിൻ ചവറും അന്ധവിശ്വാസമായിട്ട് കൊണ്ടുനടക്കുക. എന്നിട്ട് പറയും ഞങ്ങൾ വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്. ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികളാണ് ആര്? ഈ യുക്തിവാദി എന്ന് പറയപ്പെടുന്ന വിഭാഗം. ഇൻഷാ അല്ലാഹ് നമുക്ക് തെളിയും. ഈ 10 ആയത്ത് വിശദീകരിക്കുമ്പോഴേക്കും നമുക്ക് ആ വിഷയം തെളിയിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥ ബുദ്ധിപരമായും പ്രമാണബദ്ധമായി കൊണ്ടും ബുദ്ധിപരമായി കൊണ്ടും അള്ളാഹുലും റസൂലിലും വിശ്വസിച്ച വിശ്വാസികൾ വിജയിക്കുകയും എല്ലാ ചണ്ടിൻ ചവറും ബനാപട്ടികളും പേറുന്ന ഇത്തരം യുക്തിവാദികൾ എന്ന പേരിൽ ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ ബുദ്ധിയില്ലാത്ത സർവ്വ ആൾക്കാർ പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ഇൻഷാ അല്ലാഹ്. ബാക്കി ഇതിപ്പോൾ കത്തിൻ്റെ പിടിയായിട്ടേ ഉള്ളൂ. ഇനി നാളെ മൂർച്ചയുള്ള ഭാഗം ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെ കിടക്കും. നാളെ അടുത്ത ആയത്ത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മളെയും എല്ലാവരെയും നന്നാക്കി തരട്ടെ. നാളെ നല്ല കോമഡി വരാണ്ട് ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് ആവശ്യം ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും വലിയ തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ, സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത്തരം അബദ്ധജടിലമായ അന്ധവിശ്വാസങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.